ഓസിന് തിന്ന് നടക്കുന്നവരാണ് ഫുഡ് ബ്ലോഗേഴ്സ് എന്ന് കേൾക്കാത്ത ഒരൊറ്റ ഫുഡ് ബ്ലോഗർ പോലും ഉണ്ടാവില്ല അല്ലേ? നമ്മളീ പലരും എടുക്കുന്ന കടകളൊക്കെ ഏറ്റവും ചെറിയ സ്ഥലങ്ങളാണ്. ചിലപ്പോൾ 50 രൂപയുടെ ഊണോ അല്ലെങ്കിൽ 100 രൂപയുടെ ഊണൊക്കെയാണ് കാണിക്കുന്നത്. ഇത്രയും ദൂരം പെട്രോൾ മേടിച്ച് അവിടെ ചെന്ന് നമ്മൾ ഈ 50 രൂപയുടെ 100 രൂപയുടെയൊക്കെ ഭക്ഷണം ഫ്രീ ആയി കഴിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന പല ആളുകളും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ളവരാണ്. ഒരു പാഷൻ കൊണ്ട് പാർട്ട് ടൈമായിട്ട് ഫുഡ് ബ്ലോഗിങ് രംഗത്തേക്ക് വന്നവരാണ്. അല്ലാതെ കഴിക്കാൻ ഗതിയില്ലാത്തതുകൊണ്ട് ഫ്രീ ആയി ഭക്ഷണം തേടി ക്യാമറയും പിടിച്ചിറങ്ങിയവരല്ല ഇവരാരും. ഈ വ്ലോഗിങ്ങൊക്കെ ചെയ്യുന്നവരെ കൊണ്ട് സമൂഹത്തിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആരോരുമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണമായും മരുന്നായും ചികിത്സാ സഹായമായിട്ടൊക്കെ അവരെത്തുന്നുണ്ട്. ഇതുകൂടാതെ വീടില്ലാത്തവർക്ക് വീടും അനാഥരായി തെരുവിലലയുന്ന ആളുകളെ വൃദ്ധസദനങ്ങളിലേക്കും അനാഥാലയങ്ങളിലേക്കും ഒക്കെ മാറ്റാനും അവരെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇത്തരം നന്മയുള്ള കാഴ്ചകളൊന്നും കാണാതെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവരോട് എന്ത് പറയാനാണ്? അപ്പോൾ ചിലർ പിന്നെയും ചോദിക്കും കേട്ടോ, ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് ചെയ്താൽ പോരെയെന്ന്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഒരു ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഒരാൾ ചെയ്യണ കാണുമ്പോൾ 10 പേർക്ക് അല്ലെങ്കിൽ ഒരു 10 കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും അത് ചെയ്യാൻ തോന്നിയാൽ അതാണ് നമ്മൾ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടുള്ള ഉപകാരം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓസിന് തിന്ന് നടക്കുന്നവരാണ് ഫുഡ് ബ്ലോഗേഴ്സ് എന്ന കമൻറ്റുമായി വരാതിരിക്കുക. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോകളിലൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ?